ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ്ഹബ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ കയർ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ഇൻഡോർ പോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു പോട്ടാണ്. എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു ചെടീൻ്റെ പോട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കവർ എടുക്കാം. ഞാനിവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറാണ് എടുത്തത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ ചൂടിക്കയറാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ പോട്ടൊന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ കവറിൻ്റെ ഭാഗം പോട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ കവറൊന്ന് കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചൂടിക്കയർ ചുറ്റിയെടുക്കാൻ പോവുകയാണ്. ഈ ഒരു പോട്ട് തിരിച്ചു വെച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കയർ ഇതേപോലെ തന്നെ ചുറ്റി പകുതിയോളം ചുറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനൊരു ഹാൻഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹാൻഡിലിന് ഞാൻ ഇതേപോലത്തെ 3 ചൂടിക്കയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നമ്മൾ മുടിയൊക്കെ മുടഞ്ഞിടുന്ന പോലെ ഒന്ന് മുടഞ്ഞിട്ടെടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ 2 ഹാൻഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം നമുക്ക് നേരെ ആ ഒരു പോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഹാൻഡിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് ആ പോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചുറ്റി പകുതിയാക്കി വെച്ച കയറുണ്ടല്ലോ, അത് ബാക്കിയും കൂടെ ആ ഒരു ഹാൻഡിലിൻ്റെ മുകളിൽ കൂടെ ചുറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഹാൻഡിൽ ഉള്ളിലാക്കിയിട്ട് കയറ് ഉള്ളിൽ കൂടെ പിന്നെയും ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ ആ ഒരു പോട്ട് ആ ഉണ്ടാക്കിയ പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആ ഒരു കവറിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലൂ ഗണ്ണ് ചിലപ്പോൾ പോട്ടിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോട്ട് തിരിച്ച് കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും സാധനം എടുത്തിട്ട്, ഞാനിപ്പോൾ കത്രികയാണ് യൂസ് ചെയ്യുന്നത്. കത്രിക യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പോട്ട് എടുത്ത് മാറ്റാം. പിന്നെ ബാക്കി വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, ആ ഒരു കവർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു പോട്ടിൽ അടിയിൽ പ്ലാസ്റ്റിക് കവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസൊക്കെ ഉള്ള പോട്ട് വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെള്ളം പുറത്തേക്ക് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ എടുത്ത് മാറ്റാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്ത പോലെ തന്നെ ചെറിയൊരു പീസ് ചെയ്തിട്ട് ആ ഒരു പോട്ടിൻ്റെ മേൽഭാഗത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ ആ ചൂടിക്കയറുന്ന നമുക്ക് കുറച്ച് നൂലുകൾ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ എന്തെങ്കിലും ലൈറ്റർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഒഴിവാക്കുക. തീ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചാൽ മതി. എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോട്ടിൻ്റെ പരിപാടി. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഡോർ പോട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും.